ആ ധൂപത്തിന്റെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് ദൈവം പ്രസാദിച്ചത്. എന്നാൽ ഇതിൽ ഒരുപാട് ചിഹ്നങ്ങൾ ഉണ്ട്. ഈ 3 ചങ്ങല ഇതിൽ തൂങ്ങിക്കിടക്കുന്നത് ഇത് ഭൂമിയും ഇത് പൊക്കുന്നത് ഭൂമിയുടെ മേൽത്തട്ടായ സ്വർഗവുമാണ്. ഇതെന്റെ കീഴ്ത്തട്ട്. ഈ കീഴ്ത്തട്ട് 3 ചങ്ങലകളിൽ തൂങ്ങിക്കിടക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വമാണ്. ആ ത്രിത്വത്തിന്റെ മധ്യത്തിൽ നിന്ന് വരുന്ന 4ാമത്തെ ഒരു ചങ്ങല, അതിങ്ങനെ ഇറങ്ങി വരുന്നത് മനുഷ്യാവതാരമാണ്. യേശുവിന്റെ മനുഷ്യാവതാരം ത്രിത്വത്തിൽ നിന്ന് വന്ന് സ്വർഗം തുറന്നു. ആ സ്വർഗം തുറന്നു മുകളിൽ ഇറങ്ങുകയും ചെയ്ത ആ ഭൂമിയാണ് സ്വർഗം തുറക്കപ്പെട്ടു. അതിനുള്ള കൈകെട്ട, ഇതിനുള്ള കൈകെട്ട വിശുദ്ധീകരണം ആഗ്രഹിക്കുന്ന മാനവ സമൂഹമാണ്. വിശുദ്ധീകരിക്കപ്പെടാത്ത മാനവ സമൂഹം, അതിനുള്ള തീക്കെട്ട പരിശുദ്ധാത്മാവാണ്. ഇനി ഇതിൽ 3 മണികൾ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ 12 മണികൾ ഇതിലുണ്ടാകും. ആ 12 മണികൾ 12 അപ്പസ്തോലന്മാരായിരിക്കും. അതിൽ 1 മണി വേട്ടയായിരിക്കും. വേട്ട അതിനകത്ത് അതിൻ്റെ അകത്ത് വെള്ളുണ്ടാവും. അത് ദൂദാസ്. ഇങ്ങനെയാണ് ധൂപക്കുറ്റി സാധാരണ നല്ല പ്രൊഫഷൻ. ഏതാണ് ധൂപക്കുറ്റിയപ്പോൾ ഈ എല്ലാം പ്രതീകങ്ങളിലൂടെയാണ്. അടപ്പ് എന്ന് പറഞ്ഞാൽ മേൽത്തട്ട്. യേശു വന്നത് സ്വർഗം തുറക്കാൻ വേണ്ടിയാണ്. യേശുവിന്റെ സ്വർഗത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് വൈദികൻ ഈ ധൂപാർപ്പണം നടത്തുന്നവരും അതിന് കുഴിച്ചടയാളപ്പെടും. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ഇങ്ങനെ ക്ലോക്ക്വൈസ്, 1 പ്രാവശ്യം ആന്റി ക്ലോക്ക്വൈസ്. പിതാവ്, പുത്രൻ, പരിശുദ്ധ. ഇനി ശ്രദ്ധിക്കണം, അതൊക്കെ ഇതിനൊക്കെ അർത്ഥമുണ്ട്. ബലിപീഠത്തിനെ വിശുദ്ധ ബലി അർപ്പണം കുർബാനയിൽ ഉള്ള ഈ ചിഹ്നങ്ങൾക്കെല്ലാം അർത്ഥമുണ്ട്. ഒരു ചിഹ്നമാണ് ഈ ബലിപീഠം തന്നെ. പഴയ നിയമത്തിലുള്ള എല്ലാ ബലിവേദിയും ഈ ഒരു ബലിവേദിയിൽ സമ്മേളിച്ചിരിക്കുന്നു. അതോടൊപ്പം ഈ ബലിവേദി തന്നെയാണ് യേശുവിൻ്റെ അന്ത്യഅത്താഴ മേശ. ആ മേശയിൽ വെച്ചുകൊണ്ടാണ് ഈശോ ആത്മീയമായ ഉടമ്പടിയുടെ ബലി അർപ്പിച്ചുകൊണ്ട് ഇത് എൻ്റെ ശരീരമാകുന്നു, ഇതിൻ്റെ രക്തമാകുന്നു എന്ന് വാസ്തവത്തിൽ ബലി അവരെ ആരംഭിച്ചു. അതാണ് ബലിയുടെ ആത്മീയമായ പ്രധാന സ്ഥലം. ഈ ബലിയിലേക്കാണ് ഈ പഴയ നിയമത്തിൽ എല്ലാ ബലിപീഠങ്ങളും വിരൽ ചൂണ്ടുന്നത്. അന്ന് നോഹയോട് പറഞ്ഞു, നിനക്കും നിന്റെ സന്തതികളുമായിട്ട് ഞാൻ ഉടമ്പടി ചെയ്യുന്നു. അബ്രാഹത്തിനോട് പറഞ്ഞു, ഞാൻ ശപഥം ചെയ്യുന്നു, നിന്റെ സന്തതിയിലൂടെ ലോകമെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആ സന്തതി വാസ്തവത്തിൽ യേശുവാണ്. ആ യേശുവിലേക്കുള്ള ആ വരവിന് വേണ്ടിയാണ് ഇസ്ഹാക്ക് മുതലുള്ള സന്തതി പരമ്പര ഉണ്ടായത്. ആ യേശു അന്ന് അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം ഇവിടെ പൂർത്തിയാക്കുകയാണ്. അപ്പോ ഈ ബലിപീഠം ആ അന്ത്യഅത്താഴ മേശയും, ഈ ബലിപീഠം യേശുവിന്റെ കുരിശും, ഈ ബലിപീഠം യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കബറിടവുമാണ്. അപ്പോ അതിനെ ത്രോണോസ് എന്ന് പറയും. അപ്പോൾ മലങ്കര കുർബാനയിലും മറ്റു ഓർത്തഡോക്സ് കുർബാനയിലും ഒക്കെ ഈ ബലിപീഠത്തിൽ നിന്നിട്ട് ഇങ്ങനെ വചനമൊന്നും പ്രഘോഷിക്കാൻ ആരും സമ്മതിക്കില്ല. അതിന് ബലിവേദി വേറെ, വചനവേദി വേറെ ഉണ്ട്. ബലിവേദിയിൽ ത്രോണോസ് എന്ന് പറയുന്ന ഒരു കല്ല്, ആ കല്ല്
മെത്രാൻ എണ്ണ വളരെ പൂജ്യമായിട്ട് അതിനെ ആശീർവദിച്ച് എണ്ണ കൊണ്ട് കംപ്ലീറ്റ് വിശുദ്ധീകരിച്ച് ആശീർവദിച്ച് ആ കണ്ടില്ലേ അതിൻ്റെ നാട്ടിൽ അതവർ വളരെ പൂജ്യമായി കണക്കാക്കും. അത് ഈ ടാബർനാക്കിൾ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അവിടെയാണ് ആ കുഞ്ഞാട് അറക്കപ്പെടുന്നത്. മറ്റൊരു സിമ്പിളാണ് കുഞ്ഞാട്. യേശു ബലി വസ്തു കൂടിയാണെന്നുള്ളതാണ്. ബലി അർപ്പകനും ബലി അർപ്പണ വസ്തുവും ഒന്ന് തന്നെയാണെന്നുള്ളത് വലിയ വിസ്മയനീതിയാണ്. പഴയ നിയമത്തിൽ ബലി അർപ്പകനുമായ പുരോഹിതൻ, പ്രധാന പുരോഹിതൻ ബലി അർപ്പിക്കുന്നു. കുഞ്ഞാട് വേറെയാണ്. കുഞ്ഞാടിനെ ഒരു ആടിൻ്റെ മേൽ പാപങ്ങൾ നിവേശിപ്പിക്കുന്നു, അതിനെ പറഞ്ഞു വിടുന്നു വൈൽഡർനെസ്സിലേക്ക്. എന്നാൽ എന്നിട്ട് മറ്റൊരു കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം തെളിക്കുന്നു. അപ്പോൾ പുരോഹിതനും കുഞ്ഞാട്. എന്നാൽ ഇവിടെ യേശു തന്നെയാണ് പുരോഹിതനും, യേശു തന്നെയാണ് കുഞ്ഞാട്. ആ പാപം സ്വീകരിക്കുന്ന കുഞ്ഞാടും പാപത്തെ വിശദീകരിക്കുന്ന കുഞ്ഞാടും യേശു തന്നെയാണ്. അപ്പോ കത്തോലിക്ക വൈദികൻ എന്ന് പറയുന്നത് പുരോഹിതൻ മാത്രമല്ല, ഒരു കുഞ്ഞാടുമാണ്. അർഹപ്പെടുന്ന കുഞ്ഞാടാണ്, മറ്റൊരു ക്രിസ്തുവാണ്. അത് വലിയൊരു പ്രതീകമാണ് ബലിയർപ്പണത്തിന്. അതുകൊണ്ടാണ് ആ കുഞ്ഞാട് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന യേശു യേശുവിൻ്റെ ആ ജന്മം തന്നെ, യേശു മനുഷ്യനായി ജന്മം എടുത്തപ്പോഴേ തന്നെ ഒരു വിധത്തിൽ ബലി ആരംഭിച്ചു വരികയാണ്. യേശു ജനിച്ചത് തന്നെ അറക്കപ്പെടാൻ വേണ്ടിയാണ്, മരിക്കാൻ വേണ്ടിയാണ്, ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടിയാണ് ജനിച്ചത്. അവൻ തന്നെ തന്നെ താഴ്ത്തി, അത് കുരിശുമരണം വരെ താഴ്ത്തി, അനുസരണയുള്ളവരായി. ആദ്യത്തെ അനുസരണക്കേടിനെ തിരുത്തി. അപ്പോൾ ഇതെല്ലാം ബലിയുടെ ആ പഴയ നിയമ പശ്ചാത്തലങ്ങളിലേക്ക് അതിനുവേണ്ടി ഒരുക്കുവാണ്. ഇസ്രായേൽ ജനം 400 സംവത്സരത്തിന്റെ അടിമത്വത്തിൽ ജീവിച്ചത് അവരുടെ കുറ്റമൊന്നുമല്ല. അതും അബ്രാഹത്തിനോട് ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. നിനക്കിങ്ങനെ സന്താനമുണ്ടാകും, ആ സന്താനത്തിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ അവർ 400 സംവത്സരം അവരുടേതല്ലാത്ത രാജ്യത്ത് അടിമവേല ചെയ്ത് അടിമത്വത്തിലായിരിക്കും. അതിനുശേഷം അവർ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയും അവർ സകല അനുഗ്രഹങ്ങളോടും സമ്പത്തുകളോടും കൂടി സ്വതന്ത്രരാകുകയും ചെയ്യും എന്ന് അന്ന് ദൈവം അരുളി ചെയ്തതനുസരിച്ച് അതിൻ്റെ പൂർത്തീകരണമായിരുന്നു. ഫറവോൻ ഈജിപ്തിൽ ജോസഫ് അടിമയായിപ്പോയി. ജോസഫ് വിൽക്കപ്പെട്ടു. ജോസഫിന്റെ അടിമത്വത്തിൽ നിന്നും പിന്നെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായി. അവരെല്ലാവരും അവിടെ ചെന്നെത്തി. പക്ഷെ പിന്നീട് ഫറവോ വന്നപ്പോൾ എല്ലാവരെയും അടിമകളാക്കി. 400 സംവത്സരത്തിന്റെ ആ അടിമത്വം മാനവരാശിയുടെ പാപത്തിന്റെ അടിമത്വത്തിന്റെ ചിഹ്നവും അതിനുശേഷമുള്ള ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ, ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടമായ അനുഭവത്തിലൂടെ മാത്രമാണ് അവർക്ക് വിടുതൽ കിട്ടിയത്. അത് ദൈവത്തിന്റെ രക്ഷാകര സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണ്. നമ്മൾക്ക് അടിമത്വത്തിൽ നിന്നും വിടുതൽ കിട്ടുന്നത് മനുഷ്യന്റെ ശക്തി കൊണ്ടോ അവൻ പാപങ്ങളുടെ അനുസരിക്കുന്നതിലൂടെ അല്ല, ദൈവത്തിന്റെ ഇടപെടലിലൂടെയാണ്. ദൈവം മോശയെ അയച്ചത് ഈ വരാനിരിക്കുന്ന രക്ഷകന്റെ മുന്നോടിയായിട്ടാണ്. അങ്ങനെ മോശയിലൂടെ കർത്താവ് അരുളി ചെയ്തു, ഇന്ന് നിങ്ങളുടെ വിമോചനത്തിന്റെ ദിവസമാണ്. Today is the day of your salvation. ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് വിടണം. ഇന്ന് നിങ്ങളെല്ലാവർക്കും സ്വാതന്ത്ര്യമാണ്. നിങ്ങളും നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ
ഇവിടെ വിശുദ്ധ ബലിയുടെ മറ്റൊരു പഴയ നിയമ പശ്ചാത്തലമാണ്. കുഞ്ഞാടിനെ ബലിയർപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞാടിന്റെ രക്തം അവരുടെ വിമോചനത്തിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉപാധിയായി മാറി. അതാണ് ഇന്നും സംഭവിക്കുന്നത്. ഒറ്റ വ്യത്യാസം അല്ലെങ്കിൽ പ്രധാന വ്യത്യാസം, അന്ന് ആ കുഞ്ഞാട് ദൈവം തന്നെ തന്റെ മകനെ ഒരു കുഞ്ഞാടാക്കി അയച്ചിരിക്കുന്നു. അറക്കപ്പെടാൻ വേണ്ടിയും ആ രക്തത്താൽ മാനവരാശി മുഴുവനും ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി. അന്ന് കർത്താവ് ചെയ്തു, നിങ്ങളെല്ലാവരും പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കണം. എന്താ പുളിപ്പില്ലാത്ത അപ്പം? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പ്രതീകം പുളിപ്പുള്ള അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പൊ അപ്പം കുഴച്ചു വെച്ചാൽ നാളെ അപ്പം ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്ക് സമയമില്ല. അപ്പൊ ബൈബിളിലുള്ള വലിയൊരു പ്രതീകമാണ് ഇന്ന് നിങ്ങൾ പുറപ്പെടണം. ഇന്ന് രക്ഷയുടെ ദിവസമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ വിടണം. ഇന്ന് നിങ്ങൾ അപ്പം ഉണ്ടാക്കി. പുളിപ്പില്ലാത്ത അപ്പം 15 മിനിറ്റ് എടുക്കുള്ളൂ അതുണ്ടാക്കാൻ. 15 മിനിറ്റ് അവിടുത്തെ കുഴച്ചു, കല്ലപ്പഴക്കി ചൂടായി, പഴുത്തി അപ്പമായി. 18 മിനിറ്റ് കൊണ്ട് അപ്പം ഉണ്ടാക്കണം. ഇതെല്ലാം കണിശമായിട്ട് ഇപ്പോഴും യഹൂദർ പാലിക്കുന്നതാണ്. 18 മിനിറ്റിൽ ഉണ്ടാക്കിയ അപ്പമാണ് പുളിപ്പില്ലാത്ത അപ്പം. 3 മിനിറ്റ് കൊണ്ട് ഇത് അപ്പമാകണം. 15 മിനിറ്റിൽ കുഴയ്ക്കാനും കല്ല് ചൂടാകാനും അത് ഒഴിച്ചു. എന്നിട്ട് നിങ്ങൾ ഓടണം, തിന്നുകൊണ്ട് ഓടണം, അവിടെ നിൽക്കരുത്. കാരണം എന്തുകൊണ്ടാണ്? ഫറവോയുടെ മനസ്സെങ്ങാനും മാറിയാൽ. അതുകൊണ്ട് അർജൻസി കൊണ്ടാണ് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞത്. ഫറവോയുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടണം. ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ സ്ഥലം വിടണം. അർജന്റ്. ഇപ്പൊ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിന് ഒരു അർജൻസി ഉണ്ട്. ഈ പുളിപ്പില്ലാത്ത അപ്പം ആ അർജന്റ് നേച്ചറാണ്. ഈശോ പറഞ്ഞു, നിന്നെ ഞാൻ ദൈവരാജ്യത്തിൽ വിളിച്ചിരിക്കുന്നു, നീ പോണം. ആകുമ്പോൾ നിന്റെ എനിക്ക് അപ്പനെ ശവസംസ്കാരം നടത്താനുള്ള കഴിഞ്ഞിട്ട് വരാൻ ഇല്ല. അർജന്റ്. നീ ഇപ്പൊ തന്നെ പോണം. ഇല്ല, ഞാൻ പോകില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല ഈ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം ഒരു അർജന്റാണ്. ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം ഇന്നും എല്ലാം കഴിഞ്ഞിട്ട് അപ്പനെ ചവടക്കി അതിന്റെ നാളത്തും കഴിഞ്ഞ് അവിടെ എല്ലാവരുമായിട്ടൊന്ന് ഇത്തിരി വെള്ളമൊക്കെ അടിച്ച് ആഘോഷിച്ച് ഞങ്ങളുടെ ദുഃഖമൊക്കെ ഒന്ന് കഴിച്ചിട്ടല്ലാണ്ട് എനിക്ക് വരാൻ പറ്റില്ല. മനസ്സിലായി? ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് പള്ളി ഉണ്ടാക്കുന്നു, പള്ളിക്ക് മതിൽ കെട്ടുന്നു, ഇതൊക്കെ ഭംഗിയാക്കി ഉണ്ടാക്കും. പക്ഷേ വിശ്വാസിയെ പങ്കുവരുത്താൻ, വിശ്വാസിയുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, വിശ്വാസിക്ക് കുർബാനയെ കുറിച്ച് പഠിപ്പിക്കാൻ, വിശ്വാസിക്ക് വിശ്വാസ ജീവിതം വളർത്താൻ ഒരു അർജൻസിയില്ല. ഉണ്ടോ അർജൻസി? അപ്പോ ഈ അപ്പത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. എന്തുകൊണ്ടാണ് പുളിപ്പില്ലാത്ത അപ്പം? ഈ 400 സംവത്സരത്തിന്റെ അടിമത്തത്തിൽ അവർ ശ്രദ്ധിച്ച ഏക കാര്യം അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അവർ അടിമത്തത്തിന്റെ ചങ്ങലകളിൽ വളരെയധികം കഷ്ടപ്പെട്ടു എങ്കിലും ആ കാലയളവിലും അവർ സാബത്ത് ആഘോഷിക്കുകയും അവർ തന്റെ മക്കളെ വചനം പഠിപ്പിക്കുകയും വചനം അവരുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യുകയും അവർ വിശ്വാസ പരിശീലനം നടത്തുകയും സിനഗോഗിലെ ഒരു പ്രദേശത്ത് അവർ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം ശിക്ഷണം കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഈ കാറ്റക്കിസം ഉണ്ടായത്. കാറ്റക്കിസം മതബോധനം നടത്തിയിരുന്നു. ആ മതബോധനമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന മതബോധനം. ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട്. പശ്ചാത്തല രാജ്യങ്ങളിൽ പലയിടത്തും മതബോധനമില്ല. ജർമ്മനിയിലും ഓസ്ട്രിയയിലൊന്നും മതബോധനമില്ല. അത് ടാക്സ് മേടിക്കും ഗവൺമെന്റ്. എന്നിട്ട് ടീച്ചർമാരെ വെച്ച് സ്കൂളിൽ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ഗവൺമെന്റ് എംപ്ലോയിയാണ്. അവര് ഈ സഭയുടെ പ്രബോധനമായിട്ട് യാതൊരു ബന്ധവും അവർക്കില്ല. അപ്പൊ അവർ മതബോധനം നടത്തുന്ന എല്ലാ മതങ്ങളെ കുറിച്ച് അവർ പഠിപ്പിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിക്കുന്നു. കുട്ടികൾ ആരെയും നിർബന്ധിക്കാനും പാടില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇരുന്നാൽ മതി. അപ്പൊ 25 കുട്ടികളുണ്ടെങ്കിൽ
ഇതാണ് ഇന്നത്തെ അവരുടെ അവസ്ഥ. ആ പശ്ചാത്തലത്തിലാണ് നമ്മളോട് കർത്താവ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഈ യൂറോപ്പിലെ ജർമ്മൻ ഭാഷയിൽ ഒരു മതബോധന സംവിധാനം ടെലിവിഷനിലൂടെ ഉണ്ടാക്കാനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? ടെലിവിഷനിലൂടെ മതബോധനം. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 10 സ്റ്റാൻഡേർഡ് ഉണ്ട്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ. ഈ 10 ക്ലാസ്സും ഒരു വർഷം സപ്പോസ് ഒരു 50 ഞായറാഴ്ച പഠിക്കുന്ന, അപ്പം 50 ഞായറാഴ്ച പഠിപ്പിക്കാനുള്ള ഓരോ ക്ലാസ് 50 ക്ലാസ്, അങ്ങനെ 10 ക്ലാസ്സിന് അപ്പോൾ 50 × 500 ക്ലാസിൻ്റെ ഷൂട്ടിംഗ് പഠിപ്പിക്കൽ, അത് എഴുതി സ്ക്രിപ്റ്റ് എഴുതി അതിൻ്റെ സ്റ്റേജും കുട്ടികളും ടീച്ചർ എല്ലാവരെയും കൂടി വെച്ച് അത് പിക്ചോറിയലാക്കി ഉണ്ടാക്കി അത് ടെലികാസ്റ്റ് ചെയ്യുകയും അത് സ്റ്റോറി